ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തിങ്ക് സ്മാർട്ട്. അപ്പോൾ മോഡൽ എക്സാം ഒക്കെ വരാറായില്ലേ? സോ നമുക്ക് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് പഠിച്ചിട്ട് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ എല്ലാ ഇക്വേഷൻസും നമ്മളിന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷന് എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ ഗുഡ് എ വാങ്ങാൻ വേണ്ടിയിട്ട് ഗുഡ് ബി എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു എന്നതാണ്. ഏറ്റവും സിമ്പിളാണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ നമുക്ക് പഠിക്കാം അല്ലേ? ഇങ്ങനത്തെ ഒരു ബോക്സാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. ഫസ്റ്റ് 0 വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 0 എന്ന് എഴുതുക. ഈ ഗുഡ് എ ആൻഡ് ഗുഡ്സ് ബി എന്നുള്ള ബോക്സ് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. ഈ മോക്ക് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ആദ്യം ചെയ്ത് വെച്ചതെന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ആദ്യം 0 കാണുമ്പോൾ പെട്ടെന്ന് അപ്പുറത്തും 0 എന്ന് എഴുതുക. ദെൻ ഇവിടെ 14 അപ്പോൾ ഈ 14 നേരെ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മേലത്തെ ഗുഡ്സ് ആയിട്ടുള്ള 15 നിന്ന് 14 കുറക്കുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ മൂന്നാമത്തെ എങ്ങനെ? 12 14 നിന്ന് 12 കുറച്ചാൽ എത്ര? 2. അതുപോലെ 12 നിന്ന് 9 കുറച്ചാൽ 3. 9 നിന്ന് 5 കുറച്ചാൽ 4. 5 നിന്ന് 0 കുറച്ചാൽ 5. തൊട്ട് മേലത്തെ ഗുഡ്സ് ഇവിടെ കുറച്ചിട്ട് പോവുക. ഈ മേലേക്കുള്ള ഗുഡ്സ് എല്ലാം കുറച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. അടുത്ത ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇതിൽ നല്ല ഇക്വേഷൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ ഇതിലെ എല്ലാ ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നമുക്ക് നല്ല മാർക്ക് കവർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണിത്. ആദ്യത്തെയാണ് ബഡ്ജറ്റ് കോൺസ്ട്രെയിൻറ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P1x1 + P2x2 <= M. അതുപോലെ തന്നെയാണ് ബഡ്ജറ്റ് ലൈനിനും P1 × Q1 + P2 × Q2 = M. സെയിം ഇക്വേഷനാണ്. പിന്നെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് M/P1, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് M/P2. അതുപോലെ സ്ലോപ്പിൻ്റെത് -P1/P2. പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ΔQ/ΔP × P0 Q0. ഈ ΔQയും ΔP എന്ന് പറയുന്നത് എന്ന് ഡിഫറൻസ് ആണ്. അതായത് ക്വാണ്ടിറ്റി 1 നിന്ന് ക്വാണ്ടിറ്റി 2ലേക്കുള്ള ഡിഫറൻസ്. അതെങ്ങനെ കാണുക? ക്വാണ്ടിറ്റി 2ൽ നിന്ന് ക്വാണ്ടിറ്റി 1 മൈനസ് ചെയ്താൽ എത്ര ഡിഫറൻസ് എന്ന് കിട്ടും. അതാണ് ഈ ഡെൽറ്റനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രൈസ് നമ്മളുടെ ഡിഫറൻസ്. പിന്നെ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഈ ഒരു ഇക്വേഷൻ ചെയ്താലും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് കാണാൻ പറ്റും. തേർഡ് ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ്. ഇത് നല്ല സിമ്പിളായ ചാപ്റ്ററാണ്. ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതാണ്. അത്യാവശ്യം നല്ല ഇക്വേഷൻസ്, സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. TC കാണാൻ വേണ്ടിയിട്ട് TFC + TVC കണ്ട് TC കിട്ടും. അതുപോലെ TFC കാണാൻ വേണ്ടിയിട്ട് TC - TVC. ദെൻ TVC കാണാൻ വേണ്ടിയിട്ട് TC - TFC. ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മതി. നമുക്ക് ആ മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നമുക്കൊരു അറിയാൻ പറ്റുമല്ലോ. അതുപോലെ ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ TC കാണാനുള്ള വേറൊരു ഇക്വേഷൻ എന്താണ്? AC × Q. ഈ Q എന്നുള്ള എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നതാണ്. Q പറഞ്ഞാൽ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയാണെങ്കിൽ TC കാണേണ്ടത് AC × Q ആണ്. അതുപോലെ AFC × Q ചെയ്താൽ TFC കിട്ടും. TVC കാണാൻ വേണ്ടിയിട്ട് AVC × Q ചെയ്യണം. AC കാണാൻ വേണ്ടിയിട്ട് AFC + AVC. AFC കാണാൻ വേണ്ടിയിട്ട് AC - AVC. AVC കാണാൻ വേണ്ടിയിട്ട് AC - AFC. അടുത്തതാണ് SMC കാണാൻ വേണ്ടിയിട്ട് ΔTC/ΔQ. ഡെൽറ്റ ഞാൻ എന്താണെന്ന് പഠിച്ചാൽ പറഞ്ഞു. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. TC തൊട്ട് മേലത്തെ TC ആയിട്ടുള്ള ഡിഫറൻസ് നോക്കിയാൽ, അതുപോലെ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ SMC കാണാൻ പറ്റും.
അടുത്ത ചാപ്റ്ററാണ് തിയറി ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആവറേജ് റവന്യൂ AR, അതായത് AR എങ്ങനെ കാണണ്ടേ? TR/Q കണ്ടു കഴിഞ്ഞാൽ AR കിട്ടും. അതുപോലെ MR എന്ന് വെച്ചാൽ മാർജിനൽ റവന്യൂ, അത് കാണാൻ വേണ്ടിയിട്ട് ∆TR/∆Q. അതുപോലെ TR ടോട്ടൽ റവന്യൂ, Q/P ചെയ്താൽ ടോട്ടൽ റവന്യൂ കിട്ടും. അതുപോലെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ∆Q/∆P ഇൻറ്റു P0/Q0. അങ്ങനെ ചെയ്താൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ അനദർ ഇക്വേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ചാപ്റ്റർ 5 മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇത് നല്ലൊരു രസമുള്ള ചാപ്റ്ററാണ്, നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ ഈക്വലാണ് എപ്പോഴും. അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ തരും, QDയും തരും QSും തരും. അപ്പോൾ QD 100 - 5P ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുപോലെ QS തന്നിട്ടുള്ളത് 20 + 3P. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സെറ്റ് QD = QS. എപ്പോഴും QDയും QSും തുല്യമായിരിക്കും. അപ്പോൾ ആദ്യം അതുപോലെ QD = QS എന്ന് എഴുതുക. അപ്പോൾ അതിന് നേരെ കണ്ടിട്ടുള്ള ഇതും നേരെ എടുത്ത് എഴുതുക. 100 - 5P ആൻഡ് 20 + 3P നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. പിന്നെ സ്റ്റെപ്പ് 2 എന്താണ്? സോൾവ് P എങ്ങനെ സോൾവ് ചെയ്യൽ നോക്കാം. 100 - 20 = 5P + 3P. അതെങ്ങനെ വന്നത്? ആദ്യം 100 - അത് നേരെ ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞു. ദെൻ ഇവിടെ ഒരു 20 കിടക്കുന്നുണ്ടല്ലേ, അതും ഇങ്ങോട്ട് എഴുതി. അപ്പോൾ എന്തായി? 100 - 20. അതുപോലെ തന്നെ ഈ 5P ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഈ 3P + 3P ഇത് ഇങ്ങോട്ടും എടുത്ത് എഴുതി. അപ്പോൾ എന്തായി? 100 - 20 = 5P + 3P. 100 - 20 എന്ന് പറയുന്നത് എത്ര? 80 അല്ലേ? അതുപോലെ തന്നെ 5P + 3P എത്ര? 8P ആയി. ആ ഒരു 8Pയും ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പം 80-ൽ എത്ര 5 ഉണ്ട്? 80-ൽ എത്ര 8 ഉണ്ട്? 10 8 ഉണ്ട്. അപ്പോൾ നമുക്ക് Pൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 എന്നുള്ളത് മനസ്സിലായി. സോ QD 100 - 5P എന്ന് പറയുന്നത് 5 10 50. 100 - 50 എന്ന് പറയുന്നത് എത്ര? 50. ദെൻ QS 20 + 3P എന്നതായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൈസ് ഇവിടെ കണ്ടല്ലോ, 10 എന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ 3P എന്ന് പറയുന്നാൽ 310. 3 × 10 എത്ര? 30. അപ്പം 20 + 30 = 50. അപ്പോൾ പ്രൂവ് ആയി കഴിഞ്ഞു അല്ലേ? QD = QS നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പം രണ്ടും ഇപ്പോൾ തുല്യമായി, 2 50 തന്നെ വന്നല്ലോ. ഇതുപോലെയാണ് ചെയ്യൽ. ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ കണ്ടു, 10. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 50. ഇത്രയാണ് മൈക്രോ എക്കണോമിക്സിലെ എല്ലാ ഇക്വേഷൻസും നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? മാക്രോ എക്കണോമിക്സിലെ എല്ലാ ഇക്വേഷൻസും കവർ ചെയ്യും. സോ ഇന്ന് പഠിച്ച എല്ലാ ഇക്വേഷൻസും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എക്സാമിൻ്റെ മുന്നേ ആകുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ചെയ്ത് നമുക്ക് തറാവണം. ഒരു വട്ടെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻസ് ഒന്നെല്ലാം പഠിച്ചു പോയാൽ മതി. സോ നാളെ നമുക്ക് മാക്രോ എക്കണോമിക്സിൻ്റെ എല്ലാ ഇക്വേഷൻസ് ആയിട്ട് കാണാം. സോ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്ത PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.